നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംഭവം നടക്കുന്നത് 2015 ഏപ്രിൽ മാസത്തിലാണ്. ഉച്ചയ്ക്ക് 12 മണിയോട് കൂടിയിട്ട് ധർമ്മപുരി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. വിളിച്ചയാൾ പറഞ്ഞു, സർ, ഞാൻ വിളിക്കുന്നത് ധർമ്മപുരി മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടറാണ്. ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു അച്ഛനെയും 9 വയസ്സുകാരനായ മകനെയും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. വയറുവേദനയും ഛർദിയുമാണ്. ഞാൻ വിളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടിയുടെ ഒരു സഹോദരിയെ ഏകദേശം 1 മാസം മുന്നേ ഇതേ അസുഖത്തിൽ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരുന്നു. ആ സഹോദരി പിന്നീട് മരിക്കുകയും ചെയ്തു. അതിനു മുന്നേ ഒരു 9 മാസങ്ങൾക്ക് മുമ്പ് മറ്റൊരു സഹോദരിയെയും ഇവിടെ അഡ്മിറ്റ് ചെയ്തിരുന്നു. ആ സഹോദരിയും ഇതേ അസുഖം വന്നിട്ടാണ് മരിച്ചിരിക്കുന്നത്. ഏതായാലും ഈ കുടുംബത്തെ പറ്റി ഒന്ന് അന്വേഷിക്കണം സാർ, എനിക്ക് ചില സംശയങ്ങൾ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഡോക്ടർ വിളിക്കുന്നത്. ഏതായാലും പിന്നെ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ പോലീസുകാർ നേരെ പിന്നെ മുതിർന്ന ഓഫീസറെയൊക്കെ വിവരം അറിയിച്ചു. അതിനുശേഷം SIയും പാർട്ടിയും നേരെ ഈ ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. ഇവിടെ എത്തിയതിന് ശേഷം ഈ അഡ്മിറ്റ് ആയിരിക്കുന്ന ബാലു എന്ന് പറയുന്നയാളെ കണ്ടു. അയാളോട് സംസാരിച്ചു. അയാളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ബന്ധുക്കളുടെ കയ്യിൽ നിന്നും വാങ്ങിയതിന് ശേഷം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും ചെയ്തു. ഈ കുടുംബത്തെ പറ്റി ഒന്ന് അന്വേഷിക്കണം, ഈ കുടുംബത്തിൻ്റെ ഹിസ്റ്ററി എന്താണ്. അങ്ങനെയാണ് ഈ ഒരു കുടുംബത്തിൻ്റെ ഹിസ്റ്ററി തിരുപ്പത്തൂർ പോലീസ് അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അതായത് വെല്ലൂരിനടുത്തുള്ള തിരുപ്പത്തൂരിലെ കുർശിലിപ്പേട്ട എന്ന് പറയുന്ന ഗ്രാമത്തിലെ ബാലു നാഗമ്മാൾ ദമ്പതികൾക്ക് 3 മക്കളാണ്. 2 പെൺകുട്ടികളും 1 ആൺകുട്ടിയും. വളരെ സന്തോഷകരമായ ജീവിതമാണ്. ബാലുവിനാണെങ്കിൽ കൂലിപ്പണിയാണെങ്കിലും ബാലു നല്ലൊരു കുടുംബനാഥനാണ്. രാവിലെ 6 മണിക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണിക്ക് വരും. വേറെ എവിടെയും പോകാതെ മദ്യപിക്കാതെ തൻ്റെ വീട്ടിൽ വന്നിട്ട് കുഞ്ഞുങ്ങളുടെയും ഭാര്യയുടെയും കൂടെ ചെലവഴിക്കുക എന്നുള്ളതാണ് ബാലുവിൻ്റെ ഹോബി. അപ്പോൾ ബാലു എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യൻ, അയൽവാസികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. നല്ല സ്നേഹമുള്ള ഒരു കുടുംബനാഥൻ. അങ്ങനെ ഇരിക്കെ വളരെ സന്തോഷകരമായി പോകുമ്പോൾ ഒരു ദിവസം രാവിലെ നാഗമ്മാൾ കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. അതോടുകൂടിയിട്ട് ബാലുവിൻ്റെയും മക്കളുടെയും ജീവിതം ഇരുട്ടിലായി എന്ന് വേണം പറയാൻ. അതായത് ആ വീട്ടിലൊരു വിളക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗമ്മാളായിരുന്നു. നാഗമ്മാളിൻ്റെ മരണത്തോടു കൂടിയിട്ട് ബാലു മാനസികപരമായിട്ട് തകർന്നുപോയി. അതിനുശേഷം ബാലുവിന് ജോലിക്ക് പോകാൻ കഴിഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെറിയ കുട്ടികളെയും വിട്ടിട്ട് എങ്ങനെ ജോലിക്ക് പോകും എന്നുള്ളതാണ് ബാലുവിൻ്റെ സങ്കടം. ബാലുവിന് വേറെ വിവാഹം കഴിക്കണമെന്നോ ഒന്നുമില്ല. അങ്ങനെ ഇരിക്കെ അയൽവാസിയായ ഒരു സ്ത്രീ പറഞ്ഞു, ബാലു, ഈ കുട്ടികളെ നീ ഇങ്ങനെ വിഷമിപ്പിക്കരുത്. ഈ കുട്ടികൾക്കൊരു അമ്മ വേണം. അതായത് 2 പെൺകുട്ടികളാണ്, അവർ വളർന്നു വരികയാണ്. അവർക്കൊരു പെണ്ണ് തന്നെ കൂട്ടു വേണം. അതുകൊണ്ട് നീ ഒരു പെണ്ണ് കെട്ടണം എന്ന് ബാലുവിനെ നിർബന്ധിക്കുകയാണ്. അങ്ങനെ മനസ്സോട് കൂടിയിട്ട് തൻ്റെ മക്കളെ നോക്കുമോ എന്നുള്ളൊരു സംശയമൊക്കെ ബാലുവിനുണ്ടായിരുന്നു. സുമതി എന്ന് പറയുന്ന ഒരു യുവതിയെ കണ്ടുമുട്ടുന്നു. സുമതിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ സുമതി പറയുന്നു, എനിക്ക് സമ്മതമാണ്, ഞാൻ എൻ്റെ മക്കളെ പോലെ നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബാലു കല്യാണം കഴിക്കുകയാണ്. പിന്നീട് സുമതിയിലും 2 പെൺകുട്ടികളും 1 ആൺകുട്ടിയും ഉണ്ടായി. അങ്ങനെ സുമതി ഈ 6 മക്കളെയും വളരെ നല്ല രീതിയിൽ നോക്കി എന്നുള്ളതാണ്. അതായത് വളരെ സ്നേഹത്തോടു കൂടിയിട്ടാണ് ഇവരെ എല്ലാവരെയും ഒരമ്മ പെറ്റ മക്കളെ പോലെ തന്നെ നോക്കുന്നത്. ഏതായാലും അങ്ങനെ ഈ ബാലുവിൻ്റെ വീട്ടിൽ നിന്ന് 6 കുട്ടികൾ, മുറ്റം നിറയെ കുട്ടികൾ എന്നുള്ളതാണ്. ബാലു അതിൽ ഒരുപാട് സന്തോഷിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പെട്ടെന്ന് ഈ നാഗമ്മാളിന് സംഭവിച്ച അതേ ദുരന്തം കുഴഞ്ഞു വീണിട്ട് സുമതിയും മരിക്കുകയാണ്. അതിനുശേഷം എന്ന് പറഞ്ഞാൽ ബാലു എന്ന് പറഞ്ഞാൽ വീണ്ടും മാനസികപരമായിട്ട് തകരുന്നു. ഏകദേശം 1 വർഷത്തിന് ശേഷം ബാലു ആദ്യത്തെ ഭാര്യയിലെ 2 പെൺമക്കളുടെ വിവാഹം കഴിപ്പിച്ചയക്കുകയാണ്. പിന്നീട് 29 വയസ്സുള്ള തൻ്റെ മൂത്ത മകൻ ഉദയകുമാറിനോട് പറഞ്ഞു, ഇനി നിൻ്റെ അനുജത്തിമാരെയും അനിയനെയും നോക്കാൻ ഒരു പെൺകുട്ടിയെ നീ തന്നെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ശില്പ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയാണ് 2014. ശില്പ വന്നു, ശില്പിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ബാലുവും പറഞ്ഞു കാര്യങ്ങളൊക്കെ. അതായത് നീ ഒരു അമ്മയായിട്ടാണ് വരുന്നത്, ഒരു ഭാര്യയായിട്ടല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ശില്പക്ക് വലിയ സന്തോഷമായി. വലിയ സ്ത്രീധനോ കാര്യങ്ങളോ ഒന്നും വാങ്ങിച്ചിട്ടില്ല. അത്ര നല്ലൊരു മനുഷ്യനാണ് ബാലു. ബാലു പറഞ്ഞു അങ്ങനെയുള്ള ഒരു പരിപാടിയും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ശില്പ വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ 3 മക്കളെയും, അതായത് ഇവൻ്റെ അനുജന്മാരെയും നല്ല രീതിയിൽ നോക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അവർക്കും വലിയ സന്തോഷമാണ്, അവർക്കും വലിയ കാര്യവുമാണ് ശില്പയെ. അങ്ങനെ ഇരിക്കെ 2014 ഒക്ടോബറിൽ ഇതിൽ മൂത്ത കുട്ടിയായ ഉദയകുമാരിയെ വയറുവേദനയായിട്ട് തിരുപ്പത്തൂർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതാണ്.
തിരുപ്പത്തൂർ ആശുപത്രി എന്ന് പറഞ്ഞു നേരെ വെല്ലൂർ മെഡിക്കൽ കോളേജിലേക്ക് വിട്ടോ, ഇല്ലെങ്കിൽ ധർമ്മപുരിയിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ ഇവർ ധർമ്മപുരിയിലേക്കാണ് പോയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെല്ലൂരിൽ പോയി കഴിഞ്ഞാൽ നല്ല പൈസ ചിലവുണ്ട്, ഭയങ്കര പൈസയാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആയതുകൊണ്ടാണ് ധർമ്മപുരിയിലേക്ക് പോയത്. അവിടെ എത്തി ഒരു 4 ദിവസം കഴിഞ്ഞപ്പോഴും ഉദയകുമാരി മരിക്കുകയും ചെയ്തു. പിന്നീട് ഒരു സങ്കടത്തിൽ ഇങ്ങനെ നിന്ന് എല്ലാവരും ആ സങ്കടത്തിൽ നിന്ന് കരകയറാൻ വേണ്ടി പോകുമ്പോഴാണ് 2015 ഫെബ്രുവരി മാസത്തിൽ രണ്ടാമത്തെ കുട്ടിക്ക് ലക്ഷ്മിക്കും ഇതേ അസുഖം പിടിപെടുന്നത്. അതായത് ആ ഒരു വയറുവേദനയിലായിരുന്നു പിന്നെ തുടക്കം. പിന്നീട് ഛർദ്ദിക്കാൻ തുടങ്ങി. അങ്ങനെ തിരുപ്പത്തൂരിലേക്ക് വീണ്ടും കൊണ്ടുപോയി. അവിടുന്ന് വീണ്ടും പറഞ്ഞു നേരെ ധർമ്മപുരിയിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു. ധർമ്മപുരിയിലെത്തിയിട്ട് ഒരു 3-4 ദിവസം ആ കുട്ടി ICUവിൽ കിടന്നു. അതിനുശേഷം ഈ ലക്ഷ്മി എന്ന് പറയുന്ന കുട്ടിയും മരണമടഞ്ഞു എന്നുള്ളതാണ്. അതോടുകൂടിയിട്ട് ബാലുവിൻ്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശാപം കിട്ടിയ വീടായി. ഒരാൾ പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെയായി. അതായത് ബാലുവിൻ്റെ വീട്ടിൽ മുന്നിലൂടെ പോലും വഴി പോകാൻ ആൾക്കാർ പേടിച്ചു എന്നുള്ളതാണ്. കാരണം ആ ശാപം ഞങ്ങൾക്ക് കിട്ടിയാലോ, ബാലുവിൻ്റെ വീട്ടിൽ പെൺകുട്ടികൾ വാഴില്ല എന്നൊരു ഇത് വന്നു. അതുപോലെ ഈ ശില്പയുടെ മാതാപിതാക്കൾ പറഞ്ഞു, മോളെ അവനെ ഒഴിവാക്കിയിട്ട് വന്നോളൂ, ഇവിടെ പെൺകുട്ടികൾ വാഴില്ല, നിൻ്റെ ഗതിയും അതുപോലെയാകും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ശില്പ പറഞ്ഞു, ഇല്ല അമ്മേ, എൻ്റെ ഭർത്താവിൻ്റെ എൻ്റെ അച്ഛനെയും വിട്ട് ഞാൻ എവിടെയും വരില്ല, എനിക്കൊരു അനുജനെ കൂടി നോക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ശില്പയാണെങ്കിൽ കള്ളക്കരച്ചിൽ കരയാൻ തുടങ്ങി എന്നുള്ളതാണ്. അങ്ങനെ ശില്പയും കരയാൻ തുടങ്ങി എന്നുള്ളതാണ്. അങ്ങനെ മരുമകളുടെ സ്നേഹം കണ്ടിട്ട് ബാലുവിന് തന്നെ കണ്ണ് നിറഞ്ഞു. ഇത്രയും നല്ലൊരു മരുമകളെ എവിടെന്നെങ്കിലും കിട്ടുമോ? അതായത് തൻ്റെ കുടുംബത്തിന് ഇപ്പോഴും വലിയൊരു കഷ്ടകാലത്തിലാണ്. ആ കഷ്ടകാലത്തിൽ തൻ്റെ കുടുംബത്തിൻ്റെ കൂടെ നിൽക്കുന്ന മരുമകളെ ഓർത്ത് ബാലു അഭിമാനിച്ചു എന്നുള്ളതാണ്. 2015 ഏപ്രിൽ മാസം രാവിലെ 10 മണിക്ക് അടുത്തുള്ളൊരു കുടുംബക്കാരൻ ഒരു കല്യാണം പറയാൻ വേണ്ടി വന്നതാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു കുടുംബക്കാരൻ വീട്ടിലേക്ക് വരുന്നത്. അതായത് സ്വന്തം ബന്ധുക്കൾ പോലും കല്യാണം പറയാറില്ല, ഒരു ഫംഗ്ഷനും ഇവരെ പങ്കെടുപ്പിക്കാറില്ല. കാരണം ശാപം കിട്ടിയവരാണ് ബാലുവിൻ്റെ കുടുംബം എന്നാണ് നാട്ടിൽ മുഴുവൻ പാട്ടല്ലോ. അതുകൊണ്ട് ഒരാൾ പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. അങ്ങനെ ഈ കുടുംബക്കാരൻ വന്ന് നോക്കുമ്പോൾ ഛർദ്ദിച്ച് അവശനായി കിടക്കുന്ന ബാലുവിനെയാണ് കാണുന്നത്. തൊട്ടടുത്ത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 വയസ്സുകാരനായ മകൻ ലക്ഷ്മണനും ഉണ്ടായിരുന്നു. മരുമകളെ വിളിച്ചു, അതായത് ശില്പിയെ വിളിച്ചു. ശില്പ, നീ എന്തുകൊണ്ട് ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇല്ല കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത് എന്ന്. അപ്പോഴേക്കും ബാലുവിൻ്റെ ബോധം പോകാനായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു വണ്ടി പിടിച്ചിട്ട് ഈ ബന്ധു തന്നെ നേരെ തിരുപ്പത്തൂർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. തിരുപ്പത്തൂർ എന്നാണ് പറഞ്ഞത്, ഇവിടുന്ന് ശരിയാവില്ല, നിങ്ങൾ നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ട് ധർമ്മപുരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെയാണ് ഈ അച്ഛനും മകനും അവിടെ എത്തിയത്. അവിടെ എത്തിയതിന് ശേഷം ഈ OP ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ബന്ധു പോവുകയാണ്. അപ്പോൾ ബന്ധുവിനോട് ചോദിച്ചു, ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ടോ ഇവർ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, വന്നിട്ടുണ്ട്, ഇവരിവിടെ ചികിത്സ നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളൊക്കെ ബാലുവിൻ്റെ പേര് കൊടുത്തപ്പോഴാണ് ഈ 2 കുട്ടികളുടെയും ലിസ്റ്റ് അവിടെ വരുന്നത്. ഈ 2 കുട്ടികളും മരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഇതേ ഹോസ്പിറ്റലിൽ നിന്നാണ്. ഇതേ അസുഖം അതേ അസുഖം ബാധിച്ചിട്ടാണ് ഒരു കുട്ടിയും ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. പെട്ടെന്ന് ഈ അവിടെ റിസപ്ഷനിലുണ്ടായിരുന്ന ആ ഒരു ജീവനക്കാരി ഈ ഡോക്ടറെ വിവരം അറിയിച്ചു. അങ്ങനെയാണ് ഡോക്ടർ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയും മരണമടഞ്ഞു എന്നുള്ളതാണ്. പിന്നീട് ഈ കുട്ടിയെ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വേണ്ടി പോലീസുകാർ ഏതായാലും കാത്തിരിക്കുകയാണ്. അങ്ങനെ പോയി മൃതദേഹം ഈ സംസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പോലീസുകാർക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നുകിൽ ആഹാരത്തിലൂടെ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഈ ദ്രാവകത്തിലൂടെ, ഇല്ലെങ്കിൽ വെള്ളത്തിലൂടെ, അങ്ങനെ എന്തോ ഒരു വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ട്. പക്ഷേ വേറെ ആർക്കും അവിടെ പ്രശ്നവുമില്ല. ബാലുവിൻ്റെ മകനോ ഇല്ലെങ്കിൽ മകൻ്റെ ഭാര്യയ്ക്കോ അങ്ങനെ ആർക്കും ഒരു പ്രശ്നവുമില്ല. ഇവർക്ക് മാത്രം എങ്ങനെ വന്നു? അപ്പോൾ കിണറ്റിലെ വെള്ളമല്ല എന്ന് പോലീസുകാർക്ക് മനസ്സിലായി. അങ്ങനെ അന്വേഷണം തിരുപ്പത്തൂർ പോലീസ് ഏറ്റെടുത്തു. അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ നാട്ടിൽ മുഴുവൻ പാട്ടായി. ബാലുവിൻ്റെ കുടുംബം, അതായത് ബാലുവിൻ്റെ മക്കൾ മരിച്ചത് വിഷം കഴിച്ചിട്ടാണ് എന്നുള്ള തരത്തിൽ വാർത്തകൾ വന്നു. അപ്പോൾ പറഞ്ഞ്, ആരാണ് വിഷം കൊടുത്തത്? ഭക്ഷണത്തിലൂടെയാണെങ്കിൽ അവൾ അറിയാതെ കൊടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് മരുമകളെ ചോദ്യം ചെയ്യാൻ വേണ്ടി കുറേ ആൾക്കാർ, അതായത് ബന്ധുക്കളൊക്കെ വന്നു. ഈ നാഗമ്മാളിൻ്റെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സുമതിയുടെയും ബന്ധുക്കളൊക്കെ വന്നു ഈ മരുമകളെ ചോദ്യം ചെയ്യാൻ. ഏതായാലും അപ്പോഴേക്കും പോലീസ് വന്നു. പോലീസ് വന്നിട്ട് ശില്പിയെ ചോദ്യം ചെയ്യുകയാണ്.
ശില്പയെ ചോദ്യം ചെയ്തപ്പോൾ ശില്പ ആദ്യമൊക്കെ കരഞ്ഞു, എനിക്കറിയില്ല, എൻ്റെ സ്വന്തം മക്കളെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അഭിനയം കാഴ്ചവെച്ചു എന്നുള്ളതാണ്. ഏതായാലും പോലീസിൻ്റെ കൂടുതൽ ചോദ്യത്തിൽ ശില്പക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ശില്പ എല്ലാ സംഭവങ്ങളും പറയുന്നത് എന്നുള്ളതാണ്. അതായത് ശില്പയുടെ കല്യാണത്തിന് മുന്നേ തന്നെ ശരവണൻ എന്ന് പറയുന്ന ഒരു ഇലക്ട്രീഷ്യൻ, നാഗപട്ടണത്തുള്ള ഒരു ഇലക്ട്രീഷ്യനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഇവർ തമ്മിലെന്ന് പറഞ്ഞാൽ ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും ബന്ധമുണ്ടായിരുന്നു. പക്ഷേ കല്യാണം കഴിക്കണമെന്നുള്ള ആഗ്രഹമൊന്നും ശില്പക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശരവണൻ എന്ന് പറയുന്നത് വേറെ ജാതിയാണ്. അതുമാത്രവുമല്ല, ശരവണന് വലിയ സാമ്പത്തികമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെയാണെങ്കിൽ ഉദയകുമാറിന് നല്ല ജോലിയുണ്ട്, അത്യാവശ്യം സാമ്പത്തികമുണ്ട്, പിന്നെ നല്ലൊരു കുടുംബമാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ഈ ശരവണനെ കാണണം, അതുമാത്രമാണ് ശില്പയുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഭർത്താവ് ജോലിക്ക് പോകും, അതുപോലെ അമ്മായി അച്ഛൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഈ ശരവണൻ വരും. ശരവണൻ വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കുറേ നേരം കഴിഞ്ഞിട്ട് മാത്രമേ പിന്നീട് തിരിച്ചു പോകുള്ളൂ. അപ്പോൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലൊക്കെ പറയും എൻ്റെ റിലേഷനാണ് എന്നൊക്കെയാണ് പറയാറ്. അങ്ങനെ ഈ കുട്ടികൾക്ക്, അതായത് 13 വയസ്സായ 12ഉം 13 വയസ്സായ ഈ പെൺകുട്ടികൾക്ക് ചെറിയൊരു സംശയം വന്നു. ഈ ശരവണൻ ഇങ്ങനെ വരുമ്പോഴേ ഈ ചേട്ടത്തി അമ്മയുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട് എന്നുള്ളൊരു ഒരു സംശയം ഈ 13 വയസ്സുകാരിക്കും 12 വയസ്സുകാരിക്കും വന്നു എന്നുള്ളതാണ്. അത് ശരവണനും മനസ്സിലായി, ശില്പക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഒരു ദിവസം വന്ന ശരവണൻ പറഞ്ഞു, ഇനി ഞാൻ ഇങ്ങോട്ട് വരില്ല. അതായത് ആ 2 കുട്ടികൾ ശരിയല്ല, അതിറ്റങ്ങളെ നോട്ടം കണ്ടില്ലേ, അവർക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് എന്ന് ശില്പയോട് പറഞ്ഞു. ശില്പ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിറ്റങ്ങളെ അങ്ങ് തീർത്ത് കളയാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു ദിവസം മൂത്ത കുട്ടിക്ക് പാലിൽ കലക്കിയിട്ട് ഈ എലിവിഷം കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഈ എലിവിഷം കൊണ്ടു കൊടുത്തത് ശരവണനാണ്. അങ്ങനെ എലിവിഷം കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ഛർദ്ദിക്കാൻ തുടങ്ങി. ഛർദ്ദിച്ച് കഴിഞ്ഞതിന് ശേഷം തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അങ്ങനെ മരിക്കുകയും ചെയ്തു. ആ മരണം ആരും പിടിക്കപ്പെട്ടില്ല, ആരും അറിഞ്ഞില്ല എന്നുള്ളപ്പോഴും ഒരു ആത്മവിശ്വാസമായി. അങ്ങനെയാണ് രണ്ടാമത്തെ കുട്ടിക്കും കൊടുത്തത് എന്നുള്ളതാണ്. ഈ രണ്ടാമത്തെ കുട്ടിയും അതുപോലെ പോയപ്പോഴെന്ന് പറഞ്ഞാൽ ശാപം കിട്ടിയ വീടായി മാറി. ഈ വീട്ടിൽ പിന്നെ ശാപമാണ്. അങ്ങനെയൊക്കെ എല്ലാവരെയും വിശ്വസിപ്പിച്ചു, അതും പിടിക്കപ്പെട്ടില്ല. അങ്ങനെയാണ് മൂന്നാമത്തെ ട്രിപ്പിൽ അമ്മായി അച്ഛനും കൂടിയിട്ട് പാലിൽ മരുന്ന് കലക്കി കൊടുത്തത്. അതായത് അമ്മായി അച്ഛനും കൂടി പോയി കഴിഞ്ഞാൽ പിന്നീടെന്ന് പറഞ്ഞ് എനിക്ക് സുഖമായി. അതായത് ഭർത്താവ് രാവിലെ ജോലിക്ക് പോകും, പിന്നീട് ശരവണ്ണൻ ഇവിടെ വന്ന് നിൽക്കാം, അങ്ങനെ ശരവണ്ണനെ കണ്ടുകൊണ്ടിരിക്കാം എന്നുള്ള ഇതിൽ ശില്പ അമ്മായി അച്ഛനും കൂടി കുറച്ച് കലക്കി കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെയാണ് അമ്മായി അച്ഛനും അതുപോലെ തന്നെ ഈ സഹോദരനും ഛർദ്ദിച്ച് അവശനായത്. അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മപുരി ആശുപത്രിയിൽ നിന്നും ആ ഒരു ജീവനക്കാരി, റിസപ്ഷനിലിരുന്ന ജീവനക്കാരി നോക്കിയത് കൊണ്ട് മാത്രമാണ് ആ ഒരു സംശയം വന്നത്. ഇല്ലെങ്കിൽ ആ സംശയം ഉണ്ടാവില്ല. ആ സംശയം വന്നതുകൊണ്ട് മാത്രം ഡോക്ടറോട് സംസാരിച്ചു. ഡോക്ടർ നേരെ പോലീസിൽ വിവരം അറിയിച്ചു എന്നുള്ളതാണ്. പിന്നീട് ശില്പയെയും അതുപോലെ തന്നെ ഈ ശരവണനെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, ജയിലിലടക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മളെ കേരളത്തിൽ പിണറായിയിലും നടന്നിട്ടുണ്ട്. ഈ കാമത്തിന് വേണ്ടിയിട്ട് അമ്മ സ്വന്തം മക്കളെയും മാതാപിതാക്കളെയുമാണ് കൊലപ്പെടുത്തിയത്. സൗമ്യ എന്ന് പറയുന്ന അമ്മ. അവസാനം ഈ അമ്മ ഒരു മുഴം കയറിൽ ജീവിതം അവസാനിപ്പിച്ചു എന്നുള്ളതാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ചിട്ട്. പിന്നീട് ജോളി എന്ന് പറയുന്ന ഒരു സ്ത്രീ കൂടത്തായിയിലെ, ഈ ജോളി ഇപ്പോഴും കേസും കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജോലി ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളോളം ഗ്യാപ്പിലാണ്. മനസ്സിലാക്കണം നിങ്ങൾ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം 2 വർഷത്തെ ഗ്യാപ്പിൽ നടന്നൊരു സംഭവമാണ്. പക്ഷേ ജോളി ഒരു 10 വർഷം 15 വർഷമൊക്കെ പിടിക്കപ്പെടാതിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 കുട്ടികളുടെ, അതായത് ഈ സംസ്കരിച്ച കുട്ടികളുടെ ഈ ബോഡി പുറത്തെടുത്തിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നുണ്ട്. ആ പോസ്റ്റ്മോർട്ടത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ മരുന്നിൻ്റെ അവശിഷ്ടം കണ്ടെത്തി എന്നുള്ളതാണ്.